ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ASM പ്രിപ്പറേഷൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഫസ്റ്റ് വ്ളോഗിൽ ഇട്ടിരുന്നത് കേട്ടോ. ഇത് സെക്കൻഡ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ 2 ദിവസത്തെയോ കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഇടുണ്ടാവുക. ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ പഠനം ഒക്കെ കൂടി പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കണ പോലെ ചില ദിവസമൊന്നും ഇരിക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ. പിന്നെ ഈ PSC ഇന്ന് വിട്ട് നിന്നിട്ട് ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങളായതിൻ്റെ പേരിൽ മുന്നേ പഠിച്ചു വെച്ചതും എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് മറന്നുപോയി. ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ മുന്നത്തെ പോലെ തന്നെ അത്രയും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇരിക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ അതും അത് പതുക്കെ ഇമ്പ്രൂവായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നന്നായി പഠിച്ച് ഒരു ലെവലായിട്ടുള്ളവർ കാണേണ്ട ആവശ്യമില്ല. ഏകദേശം ഇതുപോലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് വന്ന് ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ട് ഒക്കെ ഒന്ന് സ്റ്റക്കായി നിൽക്കണവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഞാനും ഏകദേശം ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തതിൻ്റെ പേരിൽ ആ ഒരു കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെട്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. PSC നോക്കിക്കൊണ്ട് നല്ല കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നവർ അവരുടെ ആ ഒരു റൂട്ട് ഫോളോ ചെയ്യാൻ തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ഒരു ദിവസം അതുപോലെ ഒരു ഹാഫ് ഡേ കൊണ്ട് എൻ്റെ കഴിഞ്ഞിട്ടുള്ള പോർഷൻസാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് മലയാളത്തിൻ്റെ ഒരു അവസാന ഭാഗത്തായിട്ട് SCERTയുടെ ഒറ്റപ്പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കൊട്ടും മനസ്സിൽ തങ്ങി നിൽക്കാത്തത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് ആ ഒരു ഭാഗം മാത്രമായിട്ട് നോട്ടിലേക്ക് എഴുതി വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം അത് വായിച്ച് നോക്കുമ്പോൾ റീകളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കാറുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 2 ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി അത് മെമ്മറിയിൽ നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ പിരിച്ചെഴുത്തിൽ നോക്കിയിരുന്നു. അതുപോലെ തന്നെ വചനം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്ക്. ഈ ഒരു 3 ടോപ്പിക്കാണ് മലയാളം നോക്കിയത്. ഇതിൽ ഒറ്റപ്പദം ഈ ബുക്കിലത്തെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടില്ല. SCERT എന്നുള്ളത് മാത്രമാണ് നോക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ അർത്ഥം കാണുമ്പോൾ എനിക്കെപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ഒരു അർത്ഥമാണ് ഈ ചക്രാകം എന്ന് പറയുന്നത് അരയന്നമാണെന്നും അതുപോലെ തന്നെ ചകോരം എന്നുള്ളത് ചെമ്പോത്താണെന്നും. അത് എനിക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത് മിക്കപ്പോഴും ഞാൻ നോട്ടിൽ എഴുതിയിട്ട് അതിനെ നമുക്ക് പെട്ടെന്ന് കാണുന്ന വിധത്തിൽ എന്തെങ്കിലും സർക്കിൾ ചെയ്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഈ ആന എന്നതിന് ഒരുപാട് പര്യായ പദങ്ങളുള്ള കാരണം കൊണ്ട് തന്നെ ഞാനധികം ഓർത്ത് വയ്ക്കാത്ത ചില വേർഡ്സാണ് ഈ സാമജം, സിവരം, പിന്നെ വാരണം, വിരാണി, കുഞ്ചരൻ. ഈ വേർഡ്സ് ആന എന്നുള്ളതിന് പര്യായ പദങ്ങളാണ്. ഇതത്രയ്ക്കും മെമ്മറിയിൽ എനിക്ക് എപ്പോഴും അത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുള്ളതാണ് കേട്ടോ. ഇതാണ് SCERTയുടെ ആ ഒരു പാഠഭാഗം ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മലയാളം ഇംഗ്ലീഷൊക്കെ നമ്മൾ ബുക്കിലുള്ളത് എത്രയൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാലും PSCക്ക് എല്ലാ പ്രാവശ്യം നോക്കുമ്പോഴും ഒരുവിധമൊക്കെ പുതിയ വേർഡ്സ് ഇവർ കണ്ടുപിടിച്ചിടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരുവിധം പേർക്കും അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം തന്നെയായിരിക്കും. പിന്നെ നമ്മൾ പരിചയമില്ലാത്ത വേർഡ്സ് എല്ലാ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അതിന് പരിചയക്കുറവുണ്ടായിരിക്കും. അതുകൊണ്ട് അതിൽ സ്കോർ ചെയ്യണ ഒരു റാങ്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് പോകുന്നവരായിരിക്കും. പിന്നെ കറണ്ട് അഫെയർസിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയാണ് വായിച്ചു നോക്കിയത് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം വായിച്ചു. പക്ഷേ 3-4 ദിവസമൊന്നും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാണ്ട് മുഴുവനായിട്ട് ഓർമ്മ നിൽക്കില്ല. പിന്നെ ഈ ചില കാര്യങ്ങൾ ഈ അവരുടെ ആ ഒരു ഏത് മന്ത്രിസ്ഥാനമാണ് വഹിക്കുന്നത് അതുപോലെ തന്നെ മിനിസ്റ്ററുടെ പേരുമായിട്ട് കണക്ട് ചെയ്ത് കോഡിലൂടെയൊക്കെ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇത് പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകാനും അതുപോലെ തന്നെ പെട്ടെന്ന് കൺഫ്യൂസിങ് ആയി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം കോഡിലൂടെ പഠിക്കാൻ തന്നെ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ കറണ്ട് അഫെയർസ് ഞാൻ മെയിനായിട്ട് വൊക്കാബ് സ്പീഡിയാണ് ചാനൽ ഫോളോ ചെയ്യുന്നത്. അതെനിക്ക് അത്യാവശ്യം കംഫർട്ടബിളാണ്. കുറേ പേര് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് അതായത് അവരുടെ ഒരു ജനറലായിട്ടുള്ള ടെലഗ്രാം ചാനലിൽ ഈ 2025 ജനുവരി തൊട്ട് മെയ് വരെയുള്ള കറണ്ട് അഫെയർസിൻ്റെ PDF ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു 200 പേജ് ഉണ്ട്. അപ്പോൾ ഒരു 10 പേജ് ആയിട്ട് ദിവസം വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെ 10 പേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യത്തെ വായനകൊണ്ടൊന്നും ഒന്നും ആവില്ല. കറണ്ട് അഫെയർസ് ഇനിയിപ്പോൾ എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ഇനിയിപ്പോൾ ASMന് അങ്ങനെ ഒരു സമയം അധികം ഉണ്ടായിരിക്കില്ല. ആകെ ഒരു 2 മാസമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ വായിച്ച് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ഭാഗങ്ങൾ ഓർമ്മയില്ലാത്തത്, അതായത് ഇപ്പോൾ ഒരു ആൻസർ വരുമ്പോൾ അത് മാത്രം എഴുതി വെച്ചിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഈ PDF ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഓർമ്മ കിട്ടണില്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നോക്കേണ്ടി വരും. പക്ഷേ ആ ഒരു ആൻസർ മാത്രം
മാത്രമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം അത് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര അധികം അങ്ങോട്ട് മറന്നു പോകാണ്ടിരിക്കാനായിട്ട് അത് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3 മാസം കോച്ചിങ്ങിന് പോയിരുന്നു. ഒരു വർഷം മുന്നേ മോനെയൊക്കെ LKG വിടുന്നതിനെക്കാട്ടിലും തൊട്ട് മുന്നായിട്ടാണ് കേട്ടോ പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഒരു സാറ് പറഞ്ഞതാണ്, നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും കൂടി പഠിച്ചിട്ട് എഴുതി വെക്കുമ്പോൾ അധികവും ആൻസേഴ്സ് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഓർത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവർക്കും എല്ലാ മെത്തേഡും ഓക്കെ ആയിരിക്കില്ല. നമുക്ക് ഏത് മെത്തേഡാണ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മെത്തേഡ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പറഞ്ഞിരുന്നു, ശ്രുതീസ് ലേണിംഗ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ആ മാം 2024 PYQൻ്റെ മുഴുവനായിട്ടുള്ള ഡിസ്കഷൻ ഇട്ടിരുന്നു കേട്ടോ. 1 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. 1.5 മണിക്കൂർ അങ്ങോട്ടുണ്ട് ആ വീഡിയോ. എനിക്ക് മലയാളത്തെക്കാട്ടിലും കുറച്ചും കൂടിയും ടഫായിട്ട് ഇംഗ്ലീഷാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നോട്ടൊക്കെ ഉണ്ട്, ടെൻസിൻ്റെയും ഒരുവിധം എല്ലാ ഭാഗത്തിൻ്റെയും നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമല്ലോ. അപ്പോൾ ഈ PYQ ഡിസ്കഷൻ 2025 അതേ ആപ്പിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ആപ്പല്ല, ആ ഒരു ചാനലിൽ ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ 2024 ഞാൻ മുഴുവൻ ക്ലാസ് കേട്ടു. എന്നിട്ട് എല്ലാവരും ഒന്നും എഴുതിയെടുത്തിട്ടില്ല. അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എഴുതിയെടുത്തു. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കിട്ടുമല്ലോ. പിന്നെ ഈ സിനോണിമം ആൻറ്റോണിമം ഒക്കെ നമ്മുടെ റാങ്ക് ഫയലിലുള്ളത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും ഒരുവിധം എനിക്ക് തോന്നുന്നു ചിലതൊക്കെ PYQ അല്ലെങ്കിൽ പുതിയത് നമ്മൾ ഇതുവരെയും പരിചയമില്ലാത്ത ഓരോ വേർഡ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് പഠിച്ചു പോവുക, അത്ര തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. സിനോണിമം ആൻറ്റോണിമം ആ കാര്യത്തിൽ ചെയ്യാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഗ്രാമർ പഠിക്കുക, അത്രയ്ക്ക് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് അതാണ് നോക്കിയത്. ഇനിയിപ്പോൾ 2025 നാളെ കേൾക്കണം. അതൊരു 3/4 മണിക്കൂറുള്ളൂ എന്ന് തോന്നുന്നു ആ ക്ലാസ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു, അത്ര അധികം ആയിട്ടില്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫെയർസാണ് മെയിനായിട്ട് നോക്കിയത് കേട്ടോ. പിന്നെ ആകെ 5 ഇയർ പ്ലാൻ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയെന്നുള്ളൂ. പക്ഷേ അങ്ങനെ പഠിച്ചിട്ടില്ല. മുന്നേ പഠിച്ചൊരു ഓർമ്മ ചെറുതായിട്ട് വന്നെങ്കിലും അതത്ര നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വീണ്ടും വായിച്ച് നോക്കാൻ വേണം. 5 ഇയർ പ്ലാനും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഭാഗം നോക്കണം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭാഗം എന്തായാലും നോക്കണം. ആദ്യം തന്നെ 5 ഇയർ പ്ലാനും ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് നാളെ ആദ്യം നോക്കുക. പിന്നെ കറണ്ട് അഫെയർസ് ആ 200 പേജിൽ ബാക്കിയുള്ള 10 പേജസ് വായിച്ച് നോക്കണം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിന് പറ്റിയിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിച്ച് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഡെസ്പായി ഇരിക്കാണ്ട് അതോ കുഴപ്പമില്ല, ഇനിയുള്ള സമയം നല്ല രീതിയിൽ പഠിക്കുക എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്. പിന്നെ ഈ സാറ്റർഡേ കുറേ പേർക്ക് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഉണ്ടല്ലോ, അപ്പോൾ അവരും അത് നന്നായി പോയി എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വ്ളോഗായിട്ട് കാണാം. ഒരു 2 ദിവസത്തെ ഏകദേശം ഒരു ആവറേജ് പഠിച്ചതായിരിക്കും അടുത്ത വ്ളോഗിൽ ഇടുന്നുണ്ടാവുക. അപ്പോൾ ഓക്കെ, ബൈ.